ഈ യാത്രയൊക്കെ പോകുമ്പോ ഒന്നും വേണ്ട, ഒരു വൈകുന്നേരം കുടുംബത്തിനെയും കൂട്ടി ഒന്നിടവണ്ണ അങ്ങാടിയിലേക്ക് ഇറങ്ങി അപ്പൊ പൊരിക്കുന്ന അല്ലെങ്കിൽ ആ സമയത്ത് ലൈവായിട്ട് പൊരിച്ചു കിട്ടുന്ന ഒരു പഴംപൊരി ഒരു ചായയും വാങ്ങിക്കൊടുത്ത വലിയ മോഹ, വലിയൊരു സന്തോഷ. ഭർത്താവിന്റെ കൂടെ ഒരു മേശന്റെ അരികിലിരുന്ന് ഒരു ചായയൊക്കെ കുടിക്കുന്നത് സ്വപ്നമായിട്ട് കാണുന്ന ഭാര്യയാണോന്നറിയാൻ വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ മതി. ചെറിയ ചെറിയ സ്വപ്നങ്ങളെ ഉണ്ടാവൂ, വലിയ വലിയ സ്വപ്നങ്ങളില്ല. സിംഗപ്പൂർ പോണം, മലേഷ്യ പോണം, വാട്ടർഫാൾസ് കളിക്കണം, ഇതൊന്നുമില്ല. ദുനിയാവിൽ മക്കളെപ്പരവും കുടുംബത്തിന്റെ പരവും അടുക്കളന്റെ 4 ചുമരിന്റെ ഉള്ളില് നേരം 9:45 4:45 അലാറം വെച്ച് എഴുന്നേറ്റ് മൂത്തോക്കുള്ളത് അല്ലെങ്കിൽ ഇളയോക്കുള്ളത്, മൂത്തോനുള്ളത്, പിന്നീട് ഭർത്താവിനുള്ളത്, അവരൊന്ന് വീട്ടിൽ നിന്നിറങ്ങുമ്പോഴേക്കും പിന്നീട് അലക്കാനുള്ളത്, അലക്കിത്തീരുമ്പോഴേക്കും ഉച്ചക്കത്തെ ചോറിനുള്ളത്, ആ ചോറൊന്ന് പാകപ്പെട്ട് മേല് കൈ കുളിച്ച് അസംസ്കരിക്കുമ്പോഴേക്കും പിയാപ്പിള വരുന്നത്, 4:45 മക്കൾ വരുന്നത്, അവർക്കുള്ള ചായ, മഗ്രിബ് നിസ്കരിച്ച് വരുമ്പോഴേക്കും പിയാപ്പിളക്കുള്ള ചോറ്, രാത്രി മക്കളൊപ്പര 1/2 മണിക്കൂർ വായനക്കിരിക്കല്, രാത്രി തിന്ന പ്ലേറ്റുകളൊക്കെ കെട്ടി അല്ലെങ്കിൽ ഒന്ന് അലക്കി കഴുകി തിരിച്ചു റൂമിലേക്ക് വരുമ്പോ ആ സ്വപ്നങ്ങൾക്കിടയിൽ ചേർന്ന് നിന്ന് ഒരു സമാധാനം കൊടുക്കാൻ നമ്മളേ ഉള്ളൂ. മറ്റൊരാളെയും അവളത് ആഗ്രഹിക്കുന്നില്ല, മറ്റൊരാളും അത് കൊടുക്കുന്നതും അവർക്ക് ഇഷ്ടല്ല. അതുകൊണ്ടാ പല ഭാര്യമാരും സ്വപ്നം കാണാറുള്ളത് എന്നെ മനസ്സിലാക്കുന്ന, എന്നെ കേൾക്കുന്ന ഒരു ഭർത്താവായ മതിയായിരുന്നു എന്ന് പറയുന്നവരാകാറുണ്ട്. പ്രിയപ്പെട്ട ഓരോ ഭർത്താക്കന്മാരോടും